കഴിഞ്ഞ ദിവസം ഒരു CPM സൈബർ പോരാളികൾ എന്നൊരു ഫേസ്ബുക്ക് പേജിൽ മുഖ്യമന്ത്രി കാക്കി ട്രൗസർ ഇട്ട ഒരു മോർഫി ചെയ്തൊരു ചിത്രം ഇട്ടിരുന്നു. അപ്പോൾ പ്രിൻസിപ്പാളിനെ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ പരാതിയിൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പ്രിൻസിപ്പാളിനെ സസ്പെൻഡ് ചെയ്തു. 2 ദിവസം മാത്രം വിരമിക്കൽ ഇതിലിരുന്നപ്പം. പക്ഷെ ഇന്ന് മുഖ്യമന്ത്രി VD സതീശൻ ഇതറിഞ്ഞപ്പോൾ ഈ സസ്പെൻഷൻ വേണ്ടാന്ന് വെച്ചു. കാരണം 2 ദിവസമല്ലേ വിരമിക്കൽ. അപ്പം രാഷ്ട്രീയപരമായ ശത്രുത നിൽക്കാതെ ഒരു പൗരബോധത്തിലാണ് അദ്ദേഹം ഇത് ചെയ്തത്. ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ഒരു നല്ല കാര്യമല്ലേ ഇപ്പൊ ചെയ്തത്? നമ്മുടെ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ആ ഒരു സംസ്ഥാനത്തിന്റെ രക്ഷാധികാരിയാണ്. അദ്ദേഹത്തെ വിമർശിച്ചാലും അദ്ദേഹം ക്ഷമിക്കുക എന്നുള്ള, അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ വൈരാഗ്യ ബുദ്ധിയോടെ പെരുമാറുക എന്നുള്ളൊരു മനസ്സല്ല അദ്ദേഹത്തിനുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ തനിക്കെതിരെ ഇതുപോലെ ഏറ്റവും മോശമായിട്ടുള്ള രീതിയിൽ എഡിറ്റ് ചെയ്ത ഫോട്ടോസൊക്കെ പബ്ലിഷ് ചെയ്തെങ്കിലും അയാളുടെ അയാളുടെ ആ ഒരു സർവീസിനെ അനുസരിച്ച്, അല്ലെങ്കിൽ അയാളുടെ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് മാനുഷിക പരിഗണനയോടെ അയാളുടെ ആ ഒരു സസ്പെൻഷൻ നടപടി റദ്ദാക്കിയത്. പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് ഇദ്ദേഹത്തിനെതിരെ, അല്ലെങ്കിൽ ആ ഒരു പ്രധാന അധ്യാപകനെതിരെ സസ്പെൻഷൻ ഓർഡർ പുറപ്പെടുവിച്ചത്. കാരണം ഒരു രാഷ്ട്രീയമാകുമ്പോൾ എതിർ പാർട്ടിയിലുള്ള ഒരു നേതാക്കളെ വക്രീകരിക്കാനും അല്ലെങ്കിൽ അവരെ സോഷ്യൽ മീഡിയ വഴി ഹരാസ് ചെയ്യാനും എല്ലാം ആളുകളുണ്ട്. പക്ഷേ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന, അതായത് ഒരു സ്കൂൾ പ്രിൻസിപ്പൽ കൂടിയാണ് അദ്ദേഹം. ഒന്നുമില്ലെങ്കിലും ഇത്രയേറെ ഒരു വർഷത്തെ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തന പരിചയം, അല്ലെങ്കിൽ ആ ഒരു സാമാന്യ ബോധം ഉണ്ടല്ലോ. അദ്ദേഹം ഇങ്ങനെ ഒരു ചെയ്യേണ്ട ഒരു കാര്യമില്ല. എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ആ തെറ്റിനെ മറന്ന് അദ്ദേഹത്തിന് നടപടിയൊന്നും ഉണ്ടാവരുതെന്നുള്ളൊരു രീതിയിലുള്ള ഓർഡർ നൽകാൻ, അല്ലെങ്കിൽ ആ ഒരു നിർദ്ദേശം നൽകാൻ മുഖ്യമന്ത്രി VD സതീശൻ എന്ന ആ ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ ആ രാഷ്ട്രീയ നേതാവിനെ കഴിയൂ എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ഇതേസമയം നമ്മുടെ CPMന്റെ മുഖമായ പിണറായി വിജയനായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? അയാളെ രാത്രിക്ക് രാത്രി സൈബർ ബുള്ളിങ് നടത്താനും, അല്ലെങ്കിൽ വീടിന് നേരെ കല്ലെറിയാനും, അല്ലെങ്കിൽ പന്തം കത്തിച്ചെറിയാനും എല്ലാ ആൾക്കാരുണ്ടായേനെ. ഈ ഒരു കോൺഗ്രസിന് ചെയ്യാൻ അറിയില്ലാത്തതുകൊണ്ടല്ലോ, അല്ലെങ്കിൽ അവർക്കും ചെയ്യാൻ ആളുണ്ട്. പക്ഷേ അതൊന്നും ചെയ്യരുത് എന്നുള്ള കർശന നിലപാട്, അല്ലെങ്കിൽ കർശന നിർദ്ദേശം ഈ VD സതീശൻ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല പോലുള്ള നേതാക്കൾ നൽകിയതുകൊണ്ട് മാത്രം ഇങ്ങനെ ഒരു സമാധാനപരമായിട്ടുള്ള ഒരു രീതിയിൽ പോകുന്നു. കാരണം ഇനി 5 വർഷം ഞങ്ങളാണ്, അല്ലെങ്കിൽ നിങ്ങളാണ് ഭരിക്കേണ്ടത്. അതായത് UDF എന്ന ആ ഒരു പാർട്ടിയാണ് ഈ ഒരു കേരളത്തെ കൈപിടിച്ച് നടക്കേണ്ടത്. ഇവർ തുടക്കത്തിലെ തന്നെ ഇതുപോലുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ പ്രതികാര നടപടിയോ, അല്ലെങ്കിൽ അവർക്കെതിരെ വൈരാഗ്യ ബുദ്ധിയോടെ പെരുമാറിയാൽ അത് മറ്റുള്ള ഉദ്യോഗസ്ഥർക്കും അതൊരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ആ ഒരു മാതൃകാപരമായിട്ടുള്ള പെരുമാറ്റം നടത്തിയത്. ഇത് തൻ്റെ തെറ്റ് ഉൾക്കൊണ്ട് മാപ്പ് പറയുക, പൊതുമധ്യത്തിൽ മാപ്പ് പറയുക എന്നുള്ളൊരു മര്യാദ എങ്കിലും ആ ഒരു അധ്യാപകൻ കാണിക്കണമെന്നുള്ളൊരു നിർദ്ദേശം. അതിന് ഇപ്പം ചേട്ടൻ പറഞ്ഞ പോലെ ഒരു സ്കൂളിൻ്റെ പ്രിൻസിപ്പാളാണ് ഈ കാണിച്ചിരിക്കുന്നത്. നമുക്ക് അഭിപ്രായം എഴുതിയിടാനും ഒക്കെ ഒരു അവകാശമുണ്ട്, ശരിയാണ്. പക്ഷേ ഒരാളുടെ ഫോട്ടോ വെച്ച് ഇത്തരം രീതിയിൽ മോഫ് ചെയ്തൊക്കെ കാണിക്കുന്നത് ഒരു പ്രിൻസിപ്പാൾ തൻ്റെ കുട്ടികൾക്ക് ഇതിലൂടെ എന്തുമാണ് നൽകുന്നത്, എന്ത് മോട്ടിവേഷനാണ് ഇതിലൂടെ നൽകുന്നത്? അതാണ് ഈ പാർട്ടി തലയ്ക്ക് പിടിച്ചാലുള്ള ഒരവസ്ഥ. ഇത് ഈ മനുഷ്യനെ മയക്കുന്ന കറുപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ രാഷ്ട്രീയം അതവൻ്റെ മനുഷ്യത്വം ഇല്ലാതാക്കും. അവിടെ ഒരു രാഷ്ട്രീയക്കാരനായിരിക്കും ആ ഒരു രാഷ്ട്രീയത്തിന് വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു പാർട്ടിക്ക് വേണ്ടി തൻ്റെ സ്വയം അല്ലെങ്കിൽ ആ ഒരു ഉപേക്ഷിച്ച് ആ ഒരു പാർട്ടിക്ക് വേണ്ടി എന്തും ചെയ്യാനുള്ള ഒരു പ്രവർത്തകനിലേക്ക് കൂപ്പുകുത്തും. അവിടെ ഒരു അധ്യാപകനെന്നോ, അല്ലെങ്കിൽ അവിടെ ഒരു സാധാരണ വ്യക്തിയോ എന്നതില്ല. അവിടെ ഒരു പാർട്ടി പ്രവർത്തനം മാത്രമാണ് ഈ ഒരു ഇതിലേക്ക് മാറുമ്പോൾ. ഇപ്പോൾ എൻ്റെ നാട്ടിലൊരു സംഭവം ഉണ്ടായി. ഒരു അടുത്തുള്ള ഒരു കോളേജിൽ ഒരു സ്റ്റാഫ് മീറ്റിംഗ് നടക്കുകയാണ്. അപ്പോൾ ഈ കോളേജിലെ പ്രിൻസിപ്പൾ CPMൻ്റെ അവിടെ വലിയ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. ഞങ്ങളുടെ അതുപോലെ അവിടെ ഒരു സ്റ്റാഫ് മീറ്റിംഗ് ഇരിക്കുന്ന ഒരു അധ്യാപകൻ അദ്ദേഹത്തിനെ 1-2 പറഞ്ഞ് അദ്ദേഹത്തെ ജാതീയപരമായിട്ട് അധിക്ഷേപിച്ചു. അത് നമ്മുടെ ഈ പട്ടികജാതി ക്ഷേമ, അല്ലെങ്കിൽ ആ ഒരു വകുപ്പ് പ്രകാരം ഏറ്റവും ഒരു ഗൗരവകരമായിട്ടുള്ള ഒരു വകുപ്പാണ്. അദ്ദേഹത്തിനെതിരെ കേസിന് പോയി, കോടതിയിൽ കേസ് നടക്കുകയാണ്. അദ്ദേഹം പറയുന്ന വാദങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞങ്ങളിപ്പോൾ അടുത്ത് അറിയുന്ന വ്യക്തികളാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സുഹൃത്ത് ബന്ധം, അങ്ങനെയുള്ള ഒരു രീതിയിലുള്ള
വഴി മാറ്റിവിടാനുള്ള ഒരു രീതിയിലാണ് ഈ പ്രിൻസിപ്പൾ പുറത്തേക്ക് പറഞ്ഞത്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിൻ്റെ തലയിലുള്ള ഒരു എന്താ പറയുക സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്, അല്ലെങ്കിൽ താനൊരു പാർട്ടി പ്രവർത്തകനാണ്, പോരാനായിട്ട് ഈ ഒരു വിദ്യാലയത്തിലെ അല്ലെങ്കിൽ ഒരു കോളേജിലെ പ്രിൻസിപ്പളാണ്. അദ്ദേഹത്തിൻ്റെ തലയിൽ ഈ രണ്ട് ബോധം ഉള്ളതുകൊണ്ട്, ഈ ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ളതുകൊണ്ട് മറ്റുള്ളതിൻ്റെ മേലെ അടിച്ചമർത്താനും അല്ലെങ്കിൽ കുതിര കയറാനുമുള്ള ഒരു അവകാശം, അല്ലെങ്കിൽ ലൈസൻസ് ആയിട്ട്. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പാർട്ടിയായിരുന്നു ആ സമയത്ത് ഭരണത്തിലിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനൊരു ബോധമുണ്ട്, എന്നെ പാർട്ടി രക്ഷിച്ചോളും, എന്നെ പാർട്ടി എന്ത് ചെയ്താലും എന്ത് നെറുകേട് കാണിച്ചാലും എന്നെ പാർട്ടി രക്ഷിക്കും എന്നുള്ള നിലയിലുള്ള വിചാരമുള്ളതുകൊണ്ട് ഇവർക്ക് എന്തും പറയാം, എന്തും കാണിക്കാം എന്നുള്ളൊരു അവസ്ഥ തന്നെയാണ്. അല്ലെങ്കിൽ തന്നെ നോക്കും, നമ്മുടെ ഫേസ്ബുക്കിൽ ഒരു ക്യാമ്പയിൻ പോയിരുന്നു, ഒരു ഇലക്ഷൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ വി.ഡി. സതീഷ്, അദ്ദേഹം ആ സമയത്ത് പ്രതിപക്ഷ നേതാവായിരുന്നല്ലോ. ഈ നുണേശൻ എന്നുള്ളൊരു പേജ് അറിയായിരിക്കുമല്ലോ, ഒരു പേജ് തുടങ്ങി റിപ്പോർട്ട് അടിച്ച് പൂട്ടിച്ചു. അങ്ങനെ റിപ്പോർട്ട് ചെയ്ത് പൂട്ടിച്ച് 5ാമത്തെ പേജ് 5.0 എന്ന ഒരു രീതിയിൽ വരെ. അപ്പോഴും ഈ ഒരു സൈബർ ഹാൻഡിലുകൾക്ക് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു, ഞങ്ങൾ തന്നെ അധികാരത്തിൽ വരും, 3.0 പിണറായി 3.0 എന്നുള്ള ഒരു അധികാരത്തിൽ വരും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ഈ എക്സിറ്റ് പോളുകൾ പുറത്തു വന്നതോടെ അവരുടെ ഒരു കോൺഫിഡൻസ് പതുക്കെ കുറഞ്ഞു. അപ്പോഴും മുതിർന്ന നേതാക്കൾ, അതായത് ഗോവിന്ദ മാഷും അല്ലെങ്കിൽ ടി.പി. രാമകൃഷ്ണൻ അതുപോലുള്ള നേതാക്കൾ പറയുന്നുണ്ട്, ഞങ്ങൾ തന്നെ അധികാരത്തെ വരും. ഏറ്റവും അവസാനം റിസൾട്ട് പ്രഖ്യാപിച്ച ദിവസമാണ് 102 സീറ്റോടെ UDF അധികാരത്തിൽ കയറി. ഇതിൽ നിന്ന് എന്തൊക്കെ മനസ്സിലാക്കാം? അതായത് നിങ്ങൾ പറയുന്നതല്ല സത്യം, നിങ്ങൾ കണ്ണടച്ചാൽ മറയുന്നതുമല്ല സത്യം, അല്ലെങ്കിൽ ഇതെല്ലാം നിങ്ങൾ നിങ്ങൾ വളച്ചൊടിക്കുന്നതല്ല, നിങ്ങൾക്ക് വളച്ചൊടിക്കാവുന്നതുമല്ല സത്യം. അങ്ങനെ ഈ ഒരു ബോധ്യമുണ്ടെങ്കിൽ തന്നെ അല്പം എന്താ പറയുക, ഒരു രാഷ്ട്രീയ മര്യാദ ഉണ്ടാവണം. രാഷ്ട്രീയ മര്യാദ ഉണ്ടായെങ്കിൽ മാത്രം ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും. അല്ലാതെ ഈ ഫേസ്ബുക്കിൽ കൊണ്ടുപോയി വക്രീകരിക്കുന്ന രീതി അല്ലെങ്കിൽ മോർഫ് ചെയ്യുന്ന പ്രവണതയൊന്നും നല്ലൊരു രാഷ്ട്രീയക്കാരന് അല്ലെങ്കിൽ നല്ലൊരു രാഷ്ട്രീയ പാർട്ടിയുടെ അണിക്ക് ചേർന്നതല്ല. ഞാൻ നല്ലൊരു രാഷ്ട്രീയ പാർട്ടിയുടെ അണിയെന്നാണ് പറഞ്ഞത്. അത് മറ്റൊരു രീതിയിലേക്ക് പോകരുത്. ഇപ്പം വേറൊരു രീതി ചിന്തിച്ച്, ഇപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു, പിണറായി വിജയൻ്റെ മുഖമാണ് ഇതുപോലെ കാക്കി ട്രൗസർ ഇട്ട് മോർഫ് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ അയാളിപ്പോൾ ജീവനോടുണ്ടായിരിക്കുമോ? തീർച്ചയായും അയാളുടെ അക്കൗണ്ട് തപ്പി കേരള പോലീസ് തൂക്കിയാനെ. കേരള പോലീസ് CPM ഗുണ്ടകൾ തന്നെ ചെന്നേനെ. അതെ, അല്ല, അവർ മുൻകൈ എടുക്കും. ഈ ഒരു കേരള പോലീസിൽ തന്നെ ഈ CPMന്റെ അനുഭാവികൾ ഉണ്ടല്ലോ, അവർ തന്നെ മുൻകൈ എടുത്ത് ഇയാളെ ലോക്ക് ചെയ്ത് അയാളെ ഒരു പക്ഷെ അയാളെ ഉപദ്രവിക്കും. അതായിരിക്കും നടക്കാൻ പോവുക. അവിടെ ഇപ്പോൾ ഈ പിണറായി വിജയന് വട്ടം കയറി നിന്ന് പറയത്തൊന്നുമില്ല, അവരെ വിട്ടേക്ക്, അവരെ ഉപദ്രവിക്കണ്ട, അങ്ങനെയൊന്നും പറയില്ല. തല്ലി കയ്യും കാലും ഒടിച്ചേക്കാൻ പറയും, അത്രേ ഉള്ളൂ. അതെ, ഒരു പക്ഷെ ഒരു വാക്കുകൊണ്ട് തീരാവുന്ന ഒരു കാര്യമായിരുന്നു. അത് മാത്രമല്ല, ഇപ്പോൾ വീണ തൈക്കണ്ടി അല്ലെങ്കിൽ പിണറായി വിജയന്റെ മകൾ വീണ, ആ ഒരു വീണ ഒരു പാർട്ടി മെമ്പർ പോലും ആയിരിക്കില്ല, അല്ല. അപ്പോൾ അവരുടെ വീട്ടിൽ റെയ്ഡ് നടന്നതിനാണ് ഈ ഒരു തിരുവനന്തപുരത്ത് ഇത്രയും വലിയ സംഘർഷം ഉണ്ടായത്. തിരുവനന്തപുരം മാത്രമല്ല, അങ്ങ് ഡൽഹിയിൽ വരെ ഏറ്റവും വലിയ സംഘർഷം ഉണ്ടായി. MA ബേബി പോലുള്ള സീനിയർ CPM പ്രവർത്തകൻ വെറും കോമാളി കണക്കെയാണ് അവിടെ ആ ഒരു സമരത്തിൽ നിന്നത്. അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ ചുവട്ടിൽ ഒരുപാട് കുട്ടികളെ നിലത്തിട്ട് വലിച്ചഴയ്ക്കുമ്പോഴും ഒരു കരിങ്കല്ല് പോലെ പിടിച്ച് നിൽക്കുകയാണ്. അതായത് ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടാണ്. എന്തിനാണ് ഇതുപോലത്തെ കോമാളിത്തരം കാണിക്കുന്നതെന്നാണ്. ആ ഒരു അന്വേഷണം നടന്നില്ലെങ്കിൽ അതിനെതിരെ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് മറ്റൊരു ഇത്. ഇപ്പോൾ ഇത് ഈ ED ക്വസ്റ്റ്യൻ ചെയ്യുന്ന അല്ലെങ്കിൽ ED റെയ്ഡ് നടക്കുന്ന കേരളത്തിലെ ഒരു നേതാവല്ലല്ലോ പിണറായി വിജയൻ, അല്ലല്ലോ. അപ്പോൾ ആ ഒരു മാന്യപരമായിട്ടുള്ള കാര്യങ്ങൾ ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കരുതെന്ന് വീണ്ടും വീണ്ടും ഇവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തങ്ങൾക്ക് ക്ഷമിക്കാവുന്ന തെറ്റുകൾ ചെയ്താൽ അത് ക്ഷമിച്ചു വിടുക, അല്ലെങ്കിൽ മാനുഷിക പരിഗണന നൽകുക എന്നുള്ള രീതിയിൽ മറുവശത്ത് UDF. അപ്പോൾ ആരെ ഉൾക്കൊള്ളും ജനങ്ങൾ?